ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ ട്രെൻഡിങ് ആയി കിടക്കുന്ന ഒരു കോപ്പി ഷെയർ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി capcut ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്കുള്ള മെറ്റീരിയൽസ് കാര്യങ്ങൾ കംപ്ലീറ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ capcut ഓപ്പൺ ചെയ്തിട്ട് ന്യൂ പ്രൊജക്റ്റ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഗാലറിയിൽ ഇവിടെ നിങ്ങൾക്ക് വീഡിയോസൊന്നും ഫോട്ടോസൊന്നും കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ആ ഒരു ഫോട്ടോസ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെ ആയിട്ട് ഫോർമാറ്റ് എന്ന് കാണാൻ പറ്റും. അവിടെ സെലക്ട് ചെയ്തിട്ട് 9:16 ഈ റേഷ്യോയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ഓഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അല്ലെങ്കിൽ താഴെയായിട്ട് നമുക്ക് ഓഡിയോ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സൗണ്ട്സ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോൾഡറിൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ വീഡിയോയിലുള്ള ഓഡിയോ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രം ഡിവൈസ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓഡിയോസ് നിങ്ങളുടെ മൊബൈലിലുള്ള ഓഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഔട്ട്പുട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ആ ഒരു ഓഡിയോ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, എക്സ്ട്രാക്ട് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എക്സ്ട്രാക്ട് സൗണ്ട് ഫ്രം വീഡിയോ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴെയായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു ഓഡിയോ എക്സ്ട്രാക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളതിലേക്ക് ആ ഒരു ഓഡിയോ ആഡ് ചെയ്തു. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു എൻഡിങ് CapCutൻ്റെ ഒരു വാട്ടർമാർക്ക് ഉണ്ടാവും, അത് സെലക്ട് ചെയ്തിട്ട് താഴെ ഡിലീറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ഇമേജിൽ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഓഡിയോയുടെ അതേ ലെങ്ത്തിലേക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ഇമേജിനെയും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എൻ്റെ വരെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഓഡിയോ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഏകദേശം ഈ ഒരു 0.00 സെക്കൻഡ് കഴിഞ്ഞ ഒരു ഡോട്ട് കാണാൻ പറ്റും. ആ ഒരു ഭാഗത്ത് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു രണ്ടാമത്തെ പോർഷന് ഇവിടെ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ടാവും. താഴെയായിട്ട് നമുക്ക് ഓവർലേ എന്ന് കാണാൻ പറ്റും. അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, താഴേക്ക് വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ആ മുകളിലുള്ള ഇമേജ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ലെങ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ഓഡിയോയുടെ അതേ ലെങ്ത്തിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്തു. നമുക്ക് ആ ഒരു CapCutൻ്റെ വാട്ടർമാർക്ക് വീണ്ടും എൻഡിൽ കാണിക്കുന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം. അടുത്തായിട്ട് നമ്മൾ ആ ഒരു താഴെ ഓവർലേ ചെയ്തെടുത്ത ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് താഴെയായിട്ട് നമുക്ക് കട്ട് ഔട്ട് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കട്ടായിട്ട് നമുക്ക് PNG ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക, ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് ഈ ഒരു താഴേക്ക് കൊടുത്ത ഓവർലേഡ് അതേ ആ ഒരു ഇമേജിൻ്റെ അതേ ഒരു പൊസിഷനിലേക്ക് വന്നിട്ട് മുകളിലുള്ള ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്പ്ലിറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഇമേജിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇമേജ് ജസ്റ്റ് 2 ഫിംഗർ വെച്ചിട്ട് ഒന്ന് സൂം ചെയ്തെടുക്കാം. ഓക്കെ, ഏകദേശം ഈ ഒരു ലെവലിൽ നിങ്ങളൊന്ന് സൂം ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ടാമത്തെ ഇമേജിലേക്ക് വരാം. താഴത്തെ ഇമേജിലേക്ക് വരിക. എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പക്ഷേ ഇവിടെ കീ ഫ്രെയിം ഐക്കൺ കാണാൻ പറ്റും. അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കീ ഫ്രെയിം ആഡാവും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വീണ്ടും സ്വൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവിടെയും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു കീ ഫ്രെയിമിലേക്ക് ജസ്റ്റ് ഇതുപോലെ വന്നതിന് ശേഷം 2 ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇമേജ് നമ്മൾ സൂം ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കതിലേക്ക് ഒരു ഗ്രാഫ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് താഴെ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡിലായിട്ട് ഗ്രാഫ് എന്ന് കാണാൻ പറ്റും. സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കസ്റ്റം എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കൊടുത്ത് ഗ്രാഫ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് ആ ഒരു ഗ്രാഫ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫും സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ മുകളിലുള്ള ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അതിൽ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ബ്രൈറ്റ്നെസ് സെലക്ട് ചെയ്യുക. എന്നിട്ടൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 39 -40 ലെവലിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കോൺട്രാസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ താഴെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഇമേജ് കുറച്ച് ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ സെക്കൻഡ് ഈ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ ഭാഗത്തു നിന്ന് വരുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ഒരു ലൈറ്റ് ഒരു ഡാർക്ക് കളറായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇമേജിൻ്റെ ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് വരിക. അതിനുശേഷം നമുക്ക് ബാക്കിലോട്ട് വരാം. താഴെ നമുക്ക് എഫക്റ്റ് എന്ന് കാണാൻ പറ്റും. അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബോഡി എഫക്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൂപ്പർ VPN അല്ലെങ്കിൽ ടർബോ VPN പോലത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്ന്. എന്നിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബോഡി എഫക്റ്റ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ട്രെൻഡിങ് എന്നുള്ള ഒരു ഓപ്ഷനിൽ തന്നെ നമുക്ക് ഇലക്ട്രോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു എഫക്റ്റ് അതൊന്ന് ഡബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഞാൻ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ. എന്നിട്ട് അതിൻ്റെ സൈസ് നമുക്ക് ഏകദേശം ഇതുപോലെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഒരു 90 സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റേഞ്ച് ഫുള്ളായിട്ട് മൈനസ് ചെയ്യുക, ടിസ്റ്റ് ഫുള്ളായിട്ട് മൈനസ് ചെയ്ത് കൊടുക്കുക, ഫിൽറ്റർ മൈനസ് ചെയ്ത് കൊടുക്കുക, സ്പീഡ് നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഇലക്ട്രോ എഫക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു എഫക്റ്റ് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത ഭാഗം വരെ മാത്രം ആ ഒരു എഫക്റ്റ് മതി. ഓക്കെ, നമ്മൾ ആ ഒരു എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു സ്പ്ലിറ്റ് ചെയ്ത ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ താഴെ ബോഡി എഫക്റ്റ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ നമ്മൾ ഇലക്ട്രോ എഫക്റ്റ് ആഡ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ട്രീമർ എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ ഒരു എന്താ പറയുക എഫക്റ്റ് നമുക്ക് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സൂം ഔട്ടായി വരുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു എഫക്റ്റും കാര്യങ്ങളും കംപ്ലീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്ത ഭാഗത്തിന് കറക്റ്റായിട്ട് വന്നതിന് ശേഷം ഒരു ഇമേജ് കൂടെ ആഡ് ചെയ്യാം, കോപ്പി ഷെയർ ഇമേജ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബാക്കിലോട്ട് വരിക. അതിനുശേഷം നമുക്ക് താഴെയായിട്ട് നമുക്ക് ഓവർലേ എന്ന് കാണാൻ പറ്റും. അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആഡ് ഓവർലേ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് ഞാൻ തരുന്ന ഒരു ഇമേജ് നിങ്ങളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു കോപ്പി ഷെയർ PNG ഫയൽ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങളതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഇമേജ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഓഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തായിട്ട് നമുക്കതിലേക്ക് ഒരു എഫക്റ്റ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആനിമേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഇമേജ് വേണ്ട ഭാഗത്തേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആനിമേഷൻ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുക. അതിന് നമ്മൾ ഈ ഒരു ഇന്നിൽ തന്നെ ജസ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സൂം ഇൻ എന്ന് കാണാൻ പറ്റും. ഓക്കെ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ സെക്കൻഡ്സ് ഈ ഒരു 0.5 സെക്കൻഡ്സ് തന്നെയാണ്. താഴെ നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക വീഡിയോ എഡിറ്റിംഗ് കൂടെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്